സകലത്തെയും ഒരുപോലെ കണ്ട് നിയന്ത്രിക്കുന്ന ദൈവം. ദൈവത്തിന് മഹത്വം. മത്തായി എഴുതിയ സുവിശേഷത്തിൽ രക്ഷകനായ യേശു വിവരിച്ചിരിക്കുന്ന 5-ാം അധ്യായം 26-ാം വാക്യത്തിലെ വളരെ ശ്രദ്ധേയമായ ഒരു ജീവിത സത്യം കോവളം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നോബിൾ കാസറ്റ്സ് സഹൃദയർക്കായി സമർപ്പിക്കുന്നു. ഈ ജീവിത സത്യം വളരെ ശ്രദ്ധയോടുകൂടി ശ്രവിച്ച് ദൈവാനുഗ്രഹം പ്രാപിക്കാൻ സർവശക്തൻ സഹായിക്കട്ടെ. ഒടുവിലത്തെ കാശുപോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു. റോമാ ഗവൺമെന്റിനു വേണ്ടി നികുതി പിരിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു മത്തായി. അദ്ദേഹം കർത്താവിന്റെ ശിഷ്യനായി തീർന്നു. പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കണ്ണിയാണ് മത്തായി എഴുതിയ സുവിശേഷം. 5-ാം അധ്യായം ശ്രദ്ധേയമായ ഒരു അധ്യായമാണ്. ഗിരിപ്രഭാഷണം എന്നറിയപ്പെടുന്ന ഈ അധ്യായത്തിൽ അനേകം ആത്മീയമായും ലൗകികമായ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. തന്റെ അനുയായികൾ ഏതെല്ലാം ഗുണമുള്ളവരായിരിക്കണമെന്ന് കർത്താവ് ഈ ഗിരിപ്രഭാഷണത്തിലൂടെ വിവരിക്കുന്നു. ആത്മാവിൽ ദരിദ്രരായവർ, ദുഃഖിക്കുന്നവർ, സൗമ്യതയുള്ളവർ, നീതിക്ക് വിശന്ന് ദാഹിക്കുന്നവർ, കരുണയുള്ളവർ, ഹൃദയശുദ്ധിയുള്ളവർ, സമാധാനമുണ്ടാക്കുന്നവർ, നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ, എല്ലാ തിന്മയും കളവായി പറയപ്പെടുന്നവർ, ഈ വിശേഷ ഗുണമുള്ളവർ ഭാഗ്യവാന്മാരാണ്. കാരണം അവർക്ക് മാത്രമായി അനുഗ്രഹങ്ങൾ ദൈവം പ്രത്യേകമായി മാറ്റിവെച്ചേക്കുന്നു. ഈ ഗുണവിശേഷങ്ങൾ കൃത്യമായി പാലിക്കുന്നവരുടെ ജീവിതത്തിൽ എതിർപ്പുകളും പ്രതികൂലങ്ങളും പ്രതികരണങ്ങളും ഉണ്ടാകുമെന്ന് യേശു വിവരിച്ചിരിക്കുന്നു. ഈ സാരോപദേശങ്ങൾ പാലിക്കുന്നവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ദൈവം നൽകുന്നു. മതാചാരപരമായ നിയമങ്ങൾ യേശുരക്ഷകന്റെ മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം അവയുടെ പ്രസക്തി ഇല്ലാതെയായി. എന്നാൽ അതിന്റെ പുറകിലുള്ള സത്യദൈവത്തെ സ്നേഹിക്കുക, ആരാധിക്കുക എന്നിവയുടെ പ്രസക്തി ഒരു കാലത്തും നഷ്ടപ്പെടുന്നില്ല. 10 കൽപ്പനകൾ പോലുള്ള ധാർമ്മിക നിയമങ്ങൾ ദൈവം സദാകാലത്തേക്കും നൽകിയവയാണ്. യേശു തന്റെ ഗിരിപ്രഭാഷണത്തിലൂടെ തിരുവചന സത്യങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നു. യേശുവിന്റെ കാലത്ത് ഒരാൾ കടം വാങ്ങിയാൽ അത് തിരിച്ചു കൊടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് ജയിലിലടയ്ക്കും. ആരെങ്കിലും അവന്റെ കടം വീട്ടിയില്ലെങ്കിൽ അവൻ ആ ജയിലിൽ കിടന്ന് തന്നെ മരിക്കേണ്ടി വരും. കാര്യങ്ങൾ കോടതിയിലെത്തുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു തീർത്തുകൊള്ളണം, പരിഹരിക്കപ്പെടണം. ലോക കോടതികൾ മാത്രമല്ല, ദൈവകോടതിയും വിശ്വാസികൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുന്നവർ സ്വന്തം ഇഷ്ടപ്രകാരമാണ് തങ്ങളുടെ ജീവിതം നയിക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ വിചാരണ അവർ അഭിമുഖീകരിക്കേണ്ടി വരും. ഞാനും നിനക്ക് കുറ്റം വിധിക്കുന്നില്ല, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുതെന്ന് യേശുരക്ഷകൻ വ്യഭിചാര കുറ്റത്തിൽ നിർത്തിയിരുന്ന സ്ത്രീയോട് പറഞ്ഞു. തന്റെ ജീവിതത്തിൽ അധികം തിന്മകൾ കടന്നുവരുമെന്ന് മനസ്സിലാക്കിയ സ്ത്രീ തന്റെ പാപഭംഗിലമായ ജീവിതത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചു. സഹോദരനോട് കോപിക്കുന്നവൻ എല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. കള്ളം പറയുന്നവർ, മോഷ്ടിക്കുന്നവർ, മാതാപിതാക്കളെ ബഹുമാനിക്കാത്തവർ, നിയമലംഘികൾ, ദുർനടപ്പുകാർ, അശുദ്ധമായി ജീവിക്കുന്നവർ, ദുഷ്കാമ പ്രവൃത്തികൾ ചെയ്യുന്നവർ, വിഗ്രഹാരാധികൾ, പകയുള്ളവർ, പിണക്കക്കാർ, ജാരശങ്കക്കാർ,
ക്രോധമുള്ളവർ, ശാഠ്യക്കാർ, ദ്വന്ദ്വപക്ഷക്കാർ, ഭിന്നതയുണ്ടാക്കുന്നവർ, അസൂയക്കാർ, മദ്യപാനികൾ, കുലപാതകന്മാർ, ക്ഷുദ്രക്കാർ എന്ന് വേണ്ട വിശുദ്ധ സത്യവേദ പുസ്തകപ്രകാരം തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താതെ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ ലംഘിക്കുന്നവരായി ജീവിക്കാൻ പാടുള്ളതല്ല. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് പോലും സർവശക്തനായ ദൈവത്തിൽ നിന്നും ഒരു തരത്തിലും ഒരു കരുണയും ലഭിക്കുകയില്ല. ദൈവം ആഗ്രഹിക്കുന്ന സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം ഇവ ജീവിതകാലം മുഴുവനും ഉള്ളവരായി ജീവിതം ധന്യമാക്കണം. ക്രിസ്തുയേശുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കണം. അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും ജീവിക്കുവാനുള്ളതല്ല ദൈവം ദാനമായി തന്ന ഈ ജീവിതം. മനുഷ്യർ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവർ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവർ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. രക്ഷകനായ യേശു കപടഭക്തിക്കാരായ ശാസ്ത്രിമാരോടും പരീശന്മാരോടും വിളിച്ചു പറഞ്ഞു, നിങ്ങൾക്ക് ഹാ കഷ്ടം, വെള്ളതേച്ച ശവക്കല്ലറകളോട് നിങ്ങൾ ഒത്തിരിക്കുന്നു. അവ പുറമെ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമെ ചത്തവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേയോ കപടവും അധർമ്മവും നിറഞ്ഞിരിക്കുന്നു. പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞു പോകും? 2008 വർഷങ്ങൾക്ക് മുമ്പ് രക്ഷകനായ യേശു ശാസ്ത്രിമാരെയും പരീശന്മാരെയും നോക്കി ഈ സത്യം വിളിച്ചു പറഞ്ഞു. ഇന്നും മാന്യത നടിച്ച് മാന്യതയില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്ന ആളുകളെ നാം കണ്ടിട്ടുണ്ട്. ഈ കൂട്ടരെ നോക്കി ദൈവം ഇന്നും ദുഃഖിക്കുന്നു. നമ്മുടെ ജീവിതം ദൈവസന്നിധിയിൽ ഒരു തുറന്ന പുസ്തകമാണ്. തേജസ്സുള്ള മഹാദൈവത്തിന്റെ കണ്ണിന്റെ മുമ്പിൽ മനുഷ്യരുടെ ജീവിതം തൃപ്തിയുള്ളതല്ല. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നാം നമ്മുടെ ജീവിതം തിരുവചനപ്രകാരം നയിക്കണം. അല്ല എങ്കിൽ ദൈവം നമ്മോട് കോപിക്കും, അതൃപ്തിയും നമ്മുടെ മേൽ വരും. ഓർമ്മ വന്ന നമ്മുടെ ജീവിതത്തിലെ കുറവുകൾ എല്ലാം തന്നെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിക്കണം. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, ഇതാ എല്ലാം പുതുതായിരിക്കുന്നു. പുതുക്കമാർന്ന ജീവിത രീതിയാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. നാം ക്രിസ്തുവിലായി എങ്കിൽ ജീവിതത്തെ പുതുക്കിത്തന്ന് പാപത്തെ കഴുകി ജീവന്റെ പുതുക്കത്തിൽ നിർത്തിയിരിക്കുന്ന ദൈവത്തോട് എന്നും നന്ദിയുള്ളവരായിരിക്കണം. പിന്നെ ഒരിക്കലും പഴയ ജീവിത രീതികൾ പിന്തുടരാൻ പാടുള്ളതല്ല. യേശു രക്ഷകൻ മാനവരാശിക്ക് അനുസരിക്കാൻ തന്ന ആജ്ഞ ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തട്ടെ. ഒടുവിലത്തെ കാശ് പോലും കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്ത് വരികയില്ല. പ്രിയ സുഹൃത്തുക്കളെ, ഒടുവിലത്തെ തെറ്റ് ദൈവം ക്ഷമിക്കുന്നതുവരെയും ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുവാൻ കഴിയുകയില്ല. സ്വർഗരാജ്യത്തിൽ കടക്കാനും കഴിയുകയില്ല. പാപങ്ങൾ എത്രയും നേരത്തെ ഏറ്റുപറഞ്ഞ് ദൈവാനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ, അനുഗ്രഹിക്കപ്പെട്ട മനുഷ്യജീവിതം പൂർത്തീകരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.